അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഹനീത്താണ്. അത് ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ. അപ്പോൾ ചിക്കൻ ഹനീത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ പീസ് ചിക്കൻ എടുക്കരുത്, ചെറിയ പീസ് ചിക്കൻ കൊണ്ട് ഉണ്ടാക്കണം എന്നൊക്കെ. അപ്പോൾ നമുക്ക് ഹനീത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് ഒരു സ്പൈസ് പൗഡറാണ്. ആ സ്പൈസ് പൗഡറിനായിട്ട് നമുക്ക് ആദ്യം 1 ടേബിൾ സ്പൂൺ പച്ചമല്ലിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഫ്രൈങ് പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ തന്നെ കുരുമുളക്, പെപ്പർ കോൺസ് ആണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1 ടീസ്പൂണ് ചെറിയ ജീരകം, പിന്നെ ഏലക്ക, ഗ്രാമ്പു അത് കുറച്ച് മാത്രം എടുത്തിട്ടുണ്ട്. ഒരു 5 ഏലക്കയും ഒരു 6-7 ഗ്രാമ്പു, ഒരു 1/2 ടീസ്പൂൺ ഗ്രാമ്പു എടുത്തോളൂ. പിന്നെ അതൊന്ന് ചൂടാക്കിയെടുത്ത ശേഷം അതിലോട്ട് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഹവൈജി സ്പൈസ്, അതാണ് ഹനീത്തിൻ്റെ സ്പൈസ് പൗഡർ കേട്ടോ. അപ്പം ഈ ഒരു സ്പൈസ് പൗഡർ മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റൈസ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതാണ് മെയിൻ സ്പൈസ് പൗഡർ. അപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുക്കുക, ഒന്നിട്ട് ചൂടാക്കിയെടുത്ത ശേഷം പൊടിച്ചെടുക്കുക. ഇനി ഇത് നമ്മൾ ചിക്കനിൽ മാരിനേറ്റ് ചെയ്തെടുക്കണം. പിന്നെ ഈ ഹനീത്ത് അല്ലെങ്കിൽ ഏത് അറബിക് റൈസ് ആണെങ്കിലും അതിലോട്ട് എടുക്കുന്ന ചിക്കൻ ചെറിയ ചിക്കൻ എടുക്കാൻ നോക്കുക കേട്ടോ. എന്നാലേ നന്നായിട്ട് മസാലയൊക്കെ പിടിക്കുകയുള്ളൂ. മന്തി ആണെങ്കിലും ഹനീത്താണെങ്കിലും മസ്ബി ആണെങ്കിലും ഏതാണെങ്കിലും നിങ്ങൾ ചെറിയ ചിക്കൻ എടുക്കുക. അപ്പോൾ തൊലിയുള്ള ചിക്കൻ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത്. ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുള്ളത് തൊലിയില്ലാത്ത ചിക്കനായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് 1 കിലോ ചിക്കനും കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ. ചിക്കൻ്റെ പീസസ് കുറച്ച് എണ്ണം കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ പീസാക്കിയിട്ടുണ്ടായിരുന്നു. വലിയ ബിഗ് പീസ് ആകുമ്പോഴും മസാല ഒക്കെ പിടിക്കാൻ ഇച്ചിരി പാടാണ്. അപ്പം ഈ ഒരു മസാല പൗഡറും എടുത്തിട്ടുണ്ട്. തൊലിയുള്ള ചിക്കനാണ്, നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് ഈ മസാല പൗഡറും ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 ചെറിയ ചിക്കൻ സ്റ്റോക്കും കൂടി ചേർത്തിട്ടുണ്ട്. കാരണം ഇതിൽ വേറെ എക്സ്ട്രാ സ്പൈസ് പൗഡേഴ്സ് ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. സ്റ്റോക്ക് മസ്റ്റല്ല, പക്ഷേ ആഡ് ചെയ്യുമ്പം അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റിൽ ചേഞ്ചും ഉണ്ട് കേട്ടോ. 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ സ്റ്റോക്ക് ചേർത്തുകൊണ്ട് ഞാൻ ഇതിലോട്ട് ഉപ്പ് ചേർക്കുന്നില്ല. ഇനി അഥവാ നിങ്ങൾ സ്റ്റോക്ക് ഇല്ലാണ്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഉപ്പ് എക്സ്ട്രാ ചേർക്കണം കേട്ടോ. എല്ലാം കൂടി നന്നായിട്ട് കുഴച്ചിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം മാറ്റി വയ്ക്കുക. ഇനി ഇതിലേക്ക് വേണ്ട റൈസ് സാദാ ബസ്മതി റൈസാണ് കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് സെല്ല ബസ്മതി റൈസാണ്. അതായത് മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന റൈസാണ്. അപ്പോൾ ഇതിന് ഒട്ടും നിർബന്ധമില്ല, ഇത് എടുക്കണം നിർബന്ധമില്ല. സാദാ ബസ്മതി റൈസ് വെച്ചിട്ടാണിത് കുറച്ചുകൂടെ ടേസ്റ്റി കേട്ടോ. അപ്പോൾ ഞാൻ 4 കപ്പ് സെല്ല ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഇവിടെ നോർമൽ ബസ്മതി റൈസ് സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സെല്ല എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 4 കപ്പ് ബസ്മതി റൈസ് എടുക്കാം. അരി നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം ഒരു 10 മിനിറ്റോളം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വയ്ക്കുക. കാരണം സെല്ല ബസ്മതി റൈസ് ആയതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് വേവാൻ ടൈം എടുക്കും കേട്ടോ. അപ്പം 10 മിനിറ്റ് വെച്ചാൽ മതി, കൂടുതൽ വെക്കേണ്ട. ഇനി നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. ഒരു പാൻ ചൂടാക്കിയിട്ട് പാനിലോട്ട് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് അതിലോട്ട് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമുക്ക് ചിക്കൻ്റെ സ്റ്റോക്ക് വെള്ളം വേണം. അത് വെച്ചിട്ടാണ് നമ്മൾ റൈസ് വറ്റിച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചിക്കനിലോട്ട് ആവശ്യമുള്ള വെള്ളമെല്ലാം 3 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. അത് മെഷർ ചെയ്തിട്ട് തന്നെ എടുക്കണം കേട്ടോ. അപ്പം ചിക്കൻ നന്നായിട്ട് വേവണം. ഒരു 90% ചിക്കൻ വെന്ത ശേഷം മാത്രമേ മാറ്റി വെക്കാവൂ. എന്നിട്ട് വേറൊരു ഫ്രൈങ് പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ചിക്കന് ആ വെള്ളത്തിൽ നിന്ന് ചിക്കൻ മാത്രം എടുത്ത് മാറ്റിയിട്ട് ഇതുപോലെ പരത്തിയിട്ട് ഫ്രൈ ആക്കി എടുക്കണം. എന്നിട്ട് കുറച്ച് ചിക്കൻ്റെ സ്റ്റോക്ക് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ചിക്കനിൽ ഫ്ലേവർ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതവിടെ നിന്നിട്ട് കുക്കാവട്ടെ. ഞാൻ അപ്പുറത്തെ ഫ്ലെയിമിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക, ഏലക്ക, ഗ്രാമ്പു ഇട്ട് കൊടുക്കുക. 3 സവോള നല്ല കനം കുറച്ചിട്ട് അരിഞ്ഞത് വേണം ചേർത്ത് കൊടുക്കാൻ. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. സവോള നല്ലോണം സോഫ്റ്റായിട്ട് വരണം കേട്ടോ. അതിനാണ് നല്ല കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ ഷാലോ ഫ്രൈ ചെയ്യുന്ന ചിക്കൻ ഉണ്ടല്ലോ, അതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചിക്കൻ നമുക്കൊരു ബ്ലാക്ക് കളറിലാണ് കിട്ടേണ്ടത്. ഇതുപോലെ ഞാൻ മട്ടൻ ഹനീത്തും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ചിക്കൻ ഹനീത്തും മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. രണ്ടും ഷെയർ ചെയ്തിട്ടുണ്ട്. എനിക്ക് കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് മട്ടൻ ഹനീത്താട്ടോ. കാരണം മട്ടൻ വേവിച്ചിട്ടുള്ള ആ വെള്ളം കൂടി ചേർക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ബസ്മതി റൈസും മട്ടൻ ഹനീത്തുമാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക കേട്ടോ. ചിക്കൻ ഹനീത്ത് ടേസ്റ്റ് ഇല്ല എന്നല്ല, മട്ടൻ കഴിക്കാത്തവർക്ക് ചിക്കൻ കഴിക്കാം. ഓക്കെ, അപ്പോൾ ചിക്കൻ്റെ സ്റ്റോക്ക് വാട്ടർ അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് അരി വറ്റിച്ചെടുക്കുന്ന സമയത്ത് ആവശ്യമുണ്ട്. അപ്പം സവോള നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി 3 തക്കാളി ചോപ്പ് ചെയ്തതും പിന്നെ കുറച്ച് ക്യാപ്സിക്കം, നിങ്ങൾക്ക് പച്ച, യെല്ലോ, റെഡ് എല്ലാം ഏതും എടുക്കുക കേട്ടോ. ചോപ്പ് ചെയ്തതും പിന്നെ ഉണങ്ങിയ നാരങ്ങ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ സവോളയും തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കാവണം കേട്ടോ, അത് മസ്റ്റാണ്. അതിന് ശേഷം മാത്രം നമ്മൾ ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ. അപ്പോൾ ഇനി ചോറ് വേവിക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആദ്യം ഞാൻ ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള സ്റ്റോക്ക് വാട്ടർ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. അതൊരു 3 കപ്പ് അളന്ന് തന്നെ എടുക്കണം കേട്ടോ. കാരണം നമ്മളിതിലോട്ട് 4 കപ്പ് അരിയാണ് എടുക്കുന്നത്. അതിലോട്ട് 1 കപ്പാണെങ്കിൽ 2 കപ്പ് വെള്ളം, അങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പം 4 കപ്പ് അരിയിലോട്ട്
8 കപ്പ് വെള്ളം വേണം. സാധാ ബസ്മതി റൈസ് ആണെങ്കിൽ നിങ്ങൾ 4 കപ്പ് അരിയിലോട്ട് 7 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. ഇത് സെല്ല ബസ്മതി റൈസ് ആയതുകൊണ്ടാണ് ഞാൻ ഒരു 7.5 കപ്പ് വെള്ളം ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ 3 കപ്പ് നമ്മൾ സ്റ്റോക്ക് വാട്ടർ ഒഴിച്ചു, ബാക്കിയുള്ള കപ്പുകളാണ് ഇപ്പോൾ ഈ ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം അത് വിട്ടു പോകണ്ട, ആ ഒരു മെഷർമെൻറ്റ്സ് വെള്ളത്തിൻ്റെ കണക്ക് വിട്ടുപോയാൽ ചോറ് വേവ് ഏറിപ്പോവും കേട്ടോ. അപ്പം വെള്ളമൊക്കെ ഒഴിച്ച് അരി ഇട്ട് കൊടുത്തു. ഇനി വെള്ളത്തിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ അരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വയ്ക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ അവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ലോണം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ചോറ് റെഡിയായ ശേഷം ചോറിൻ്റെ മുകളിൽ ചിക്കൻ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്, അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ചിക്കൻ സൈഡ് ഡിഷും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ കുറച്ച് ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയത് എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒറിഗാനോ, ബേസിൽ ലീവ്സ്, അത് രണ്ടും ഡ്രൈഡ് ആട്ടോ, പിന്നെ ചില്ലി ഫ്ലേക്സ്, അത് 3ഉം ചേർത്തിട്ടുണ്ട്. ഇത് 3ഉം ഇല്ലയെന്നാണെങ്കിൽ നിങ്ങൾക്ക് നോർമലായിട്ടുള്ള ഗാർലിക് പൗഡർ, ജിഞ്ചർ പൗഡറൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം അതുപോലെ തന്നെ മുളക് പൊടി, കുറച്ച് ഗരം മസാല പൊടി, ഉപ്പ്, സോയ സോസ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കോൺഫ്ലവറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കമ്പൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് എയർ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹണി ചിക്കനാണ്. അപ്പോൾ ഈ ഒരു മാരിനേഷൻ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും മാരിനേറ്റ് ചെയ്തെടുക്കാം, പക്ഷേ കോൺഫ്ലവർ ചേർക്കാൻ വിട്ടു പോകണ്ട കേട്ടോ. അപ്പം എയർ ഫ്രൈയിലാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന പോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എയർ ഫ്രൈയിൽ ഞാൻ 200 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റോളം, ആദ്യം 10 മിനിറ്റ് വെച്ചു, പിന്നെ 5 മിനിറ്റ് വെച്ചു, അങ്ങനെ 15 മിനിറ്റ് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മൾ റൈസൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. റൈസ് ഇങ്ങനെ കാണുമ്പോൾ വിചാരിക്കും ഇങ്ങനെ ഒട്ടി പിടിക്കുന്നുണ്ടല്ലോ എന്ന്, പക്ഷേ അത് ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാമല്ലോ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഒക്കെ സെറ്റ് ആവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ വറ്റിച്ചെടുക്കുന്ന റൈസിന് ഇങ്ങനെയാണ് ലുക്ക്. കുറച്ച് കഴിഞ്ഞാൽ സെറ്റ് ആവുള്ളൂ. പക്ഷെ നമ്മൾ മന്തി ഉണ്ടാക്കുമ്പം ചോറ് തിളപ്പിച്ചിട്ടിട്ടാണല്ലോ ഇടുന്നത്, അപ്പോൾ അത് വിട്ട് കിടക്കും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ വേറൊരു വലിയ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ ശരിക്കും പറയുകയാണെങ്കിൽ ആ റൈസിൻ്റെ മുകളിൽ ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് കമ്പൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു എന്താ പറയുക, ബിരിയാണിയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ എല്ലാം കൂടി ദമ്മ് പൊട്ടിച്ചിട്ട് ചെയ്യില്ല, അതേപോലെയാണ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ നമ്മളൊരു ഭംഗിക്കാണ് ഇങ്ങനെ സൈഡിൽ ചിക്കൻ വെക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ലാസ്റ്റ് കാണിക്കാം കേട്ടോ കമ്പൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ വീട്ടിൽ ചെറിയൊരു ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പം എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ടുള്ള റൈസൊക്കെ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷനാണ് ഈ ഹനീത്ത് കേട്ടോ. ചിക്കൻ ഹനീത്താണെങ്കിലും മട്ടൻ ഹനീത്തും ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും ഏകദേശം ഇതുപോലെ തന്നെയാണ്. മട്ടൻ ഒന്ന് സെപ്പറേറ്റ് വേവിക്കണം എന്നുള്ളൂ. പിന്നെ മന്തിൻ്റെ കൂടെയൊക്കെയുള്ള ഒരു ടൊമാറ്റോ ചട്നി ഉണ്ടല്ലോ, അത് തക്കാളി ഒരു 2 എടുക്കുക. പിന്നെ ക്യാപ്സിക്കം ഞാൻ എടുത്തിട്ടുള്ളത് പച്ചമുളകിന് പകരം, പിന്നെ വെളുത്തുള്ളി, മല്ലിയില, ഉപ്പ്, വിനാഗിരി, പിന്നെ സവോള ആണെങ്കിൽ ചെറിയൊരു 2 കഷ്ണം ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ചേർത്തിട്ടില്ല. എല്ലാം കൂടി ഇതുപോലെ ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിൽ വെച്ചിട്ടൊന്നും ആക്കിയെടുക്കുക, അതാണ് കുറച്ചുകൂടെ നല്ലത്. ഇനിയിപ്പം ഇല്ലാത്തവർക്ക് ബ്ലെൻഡറിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്നാണ്ട് പേസ്റ്റാക്കി എടുക്കുക. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് കേട്ടോ സംഭവം. ഉപ്പ് പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. പിന്നെ ആ ഒരു ഗ്രീൻ കളർ തൈരുണ്ടല്ലോ, അത് ക്യാപ്സിക്കം ആണ് ഗ്രീൻ കളർ കൊടുക്കുന്നത്. തൈരും കൂടി ചേർത്തിട്ട് ഒന്നുണ്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക, ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് കേട്ടോ. അപ്പോൾ അതാ ഒരു ഗ്രീൻ കളറിൽ കിട്ടും.